എറണാകുളത്ത് പാലാരിവട്ടത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് പാലാരിവട്ടത്ത് ഒരു KSRTC മിന്നൽ ബസ് അപകടത്തിൽപ്പെട്ടു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. കന്യാകുമാരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ഓടയിലേക്ക് തെന്നിയിറങ്ങുകയായിരുന്നു. സജോ ദേവസിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, ഗുഡ് മോർണിംഗ് സജോ. നല്ല മഴയൊക്കെ പെയ്ത് കുതിർന്ന് കിടക്കുകയായിരുന്നു. മിന്നൽ വേഗത്തിൽ വന്ന ബസ്സാണ്. ടയറൊക്കെ മൊട്ടയാണെന്ന് തോന്നുന്നു അതിന്റെ ക്ലോസ് ഷോട്ടിൽ. എന്താ സംഭവിച്ചത്? എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. സാധാരണ മിന്നലൊക്കെ പോകുന്നത് മിന്നലടിച്ചാ പോകുന്നത്. ഇതേപോലെയൊക്കെ ഒന്ന് തെന്നിപ്പാളിപ്പോയാൽ വലിയ അപകടം ഉണ്ടാവേണ്ടതാണ്. എന്തായാലും വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസം. ബസ് യാത്ര ഇവിടെ വെച്ച് അവസാനിച്ചോ? എപ്പോഴായിരുന്നു അപകടം സജോ? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പാലാരിവട്ടം ഇടപ്പള്ളി, അതായത് വൈറ്റില ഇടപ്പള്ളി ബൈപ്പാസിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. അതായത് കന്യാകുമാരിയിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന ബസ്സാണ്. അത് ഈ ഭാഗത്തെത്തിയപ്പോൾ, അതായത് ഇതിന്റെ വാഹനം ഓടിച്ച ഡ്രൈവർ പറയുന്ന കാര്യം, ഈ ഭാഗത്തേക്ക് നിങ്ങളാണല്ലോ സാമാന്യം വേഗതയിലായിരിക്കും പോവുക. അങ്ങനെ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും മുൻപിൽ ഒരു വാഗണർ വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം ഇങ്ങോട്ടേക്ക് വെട്ടിച്ചു. അപ്പോൾ ആ വാഹനത്തെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതാണ്. ആ വാഹനത്തിന് തട്ടി അതിനുശേഷം ഈ ബൈപ്പാസിൽ നിന്ന് സർവീസ് റോഡിന്റെ ഭാഗത്തേക്കുള്ള കാനയിലേക്ക് ബസ് തെന്നി ഇറങ്ങി. അവിടെ ആ കാനയിൽ ആ ടയർ കുടുങ്ങി. അതുകൊണ്ട് മറിഞ്ഞില്ല. ഇപ്പോൾ ഒരു ചെരിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിറയെ യാത്രക്കാരായിരുന്നു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഉണ്ടായത്. ബസ് നിൽക്കുന്ന ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാം. ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായും ചെരിഞ്ഞുപോയി. ആ വാഹനം നിർത്താതെ പോയി എന്നാണ് ഈ വാഹനം ഓടിച്ച ഡ്രൈവർ പറഞ്ഞത്. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളൊക്കെ ഇറങ്ങി ഒരു ഭാഗത്ത് താങ്ങി നിർത്താനൊക്കെ ശ്രമിച്ചു. അതിനുശേഷം ഡ്രൈവർ ഡോറ് തുറന്നാണ് ആളുകളൊക്കെ, അതായത് യാത്രക്കാരെല്ലാം ഉറക്കത്തിലായിരുന്നു. നേരിയ ചില പരിക്കുകളൊക്കെ ഉള്ളൂ, കാര്യമായ പരിക്കുകളില്ല എന്നത് ആശ്വാസം. അതായത് ബസ് പൂർണ്ണമായും മറിഞ്ഞില്ല. അത് വലിയ അപകടം ഒഴിവാക്കി. അതായത് ഒരു ടയർ നേരെ ആ കാനയിൽ പോയി ലോക്കായി. അതുകൊണ്ട് ആ വാഹനം ടയർ അത്യാവശ്യം മൊട്ടയായിട്ടുണ്ടോ എന്നൊരു സംശയം. നമുക്കൊന്ന് വേണമെങ്കിൽ നോക്കിയാൽ കാണാം. എങ്ങനെയുണ്ട്? ടയറൊക്കെ കണ്ടീഷനിലാണോ? ഈ ടയർ അത്ര മൊട്ടയായിട്ടില്ല, അത്ര മോശം എന്ന് ഈ ടയറിന്റെ അവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പുറത്തെ ടയർ യഥാർത്ഥത്തിൽ ആ കാനയിൽ ഇറങ്ങി ലോക്കായിരിക്കുകയാണ് ബസ്. അതായത് ഇതിൽ നിറയെ യാത്രക്കാരായിരുന്നു എന്നുള്ളതാണ്. ബസ് മറിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം നമുക്ക് പറയണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായി എന്ന് പറയണം. ടയർ അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല. ഡ്രൈവർ പറഞ്ഞത് മിന്നലാവുമ്പോൾ സാമാന്യം അത് സാധാരണ തന്നെ പോകുന്ന വേഗതയിൽ തന്നെ ആയിരുന്നു. ഇവിടെ ഈ ഭാഗത്ത്, അതായത് ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഉണ്ടായിരുന്ന ഈ ഡിവൈഡറിന്റെ ഭാഗം അവിടുന്ന് അത് തകർന്നു പോയിട്ടുണ്ട്. അതിനുശേഷം തെന്നി മാറി ഈ ഭാഗത്തേക്ക് പോകുകയായിരുന്നു. നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ഒരു അവസ്ഥ മനസ്സിലാകും. അതിനുശേഷം ഒരു ടയർ ഇവിടെ ഇത് ഓടയാണ്, ഈ ഭാഗത്ത് ഓടയാണ്. ആ ഓടയിലേക്ക് ആ ടയർ ലോക്കായതുകൊണ്ട് ഇങ്ങോട്ട് മറിഞ്ഞില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ആ ഭാഗത്തെ ടയർ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നു. അതിനുശേഷം ഇതുവഴിയൊന്നും ആളുകളെ പുറത്തിറക്കാൻ കഴിയാത്തതുകൊണ്ട് ഓരോ ആളുകൾ ചേർന്ന് ആ ഡ്രൈവർ ക്യാബിനിലൂടെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. ഈ ടയർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ ദൃശ്യങ്ങൾ ഇതുകൂടി ഒന്ന് വേഗത്തിൽ നോക്കിയാൽ ഈ ടയർ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. അതവിടെ ലോക്കായിരിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് മറിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ വാഹനം ഇങ്ങോട്ട് മറിഞ്ഞേനെ. അപ്പോൾ വലിയൊരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് പറയാം ഡോക്ടർ. അതെ, വല്ലാത്തൊരു അപകടം, വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. താങ്ക് യു. നല്ല മഴയുണ്ട് കേട്ടോ. സജോ നിൽക്കുന്നത് നമ്മുടെ പാലാരിവട്ടത്തെ. അപ്പോൾ കൊച്ചിയിലൊക്കെ നല്ല മഴയാണ്. വാഹനമൊക്കെ ഓടിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ടയർ മുട്ടയാണെങ്കിൽ പെട്ടെന്നൊക്കെ മാറ്റണം. ഇനി അങ്ങോട്ട് മൺസൂൺ സീസണാണ് വരാൻ പോകുന്നത്. പിടിച്ചാൽ നിൽക്കില്ല, ഇവിടെ പിടിച്ചാൽ അവിടെ ആയിരിക്കും നിൽക്കുക. ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് വണ്ടി ഇങ്ങോട്ടൊന്ന് തിരിച്ചിരുന്നെങ്കിൽ അപ്പുറത്തെ സർവീസ് റോഡിലൂടെ ഇറങ്ങി അങ്ങ് പോയനല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടോ? അത്ര എളുപ്പമല്ല KSRTC ബസ് ഓടി.